ഞാൻ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഞാനൊരു സാക്ഷ്യം പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ യൂത്തിനെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പഠിക്കുന്ന പിള്ളേർ, ഏകദേശം ഒരു 10,000-2000 പിള്ളേർ അവിടെ ധ്യാനം കൂടാനായിട്ട് വന്നു. അപ്പോൾ 2-3 പിള്ളേർ ധ്യാനത്തിന് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു പെങ്കൊച്ചിനെ ധ്യാനത്തിലേക്ക് കൊണ്ടുവന്നു. ഈ ധ്യാനത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവർ ഏറ്റവും പുറകിലിരിക്കുന്നു, പാട്ട് പാടുന്നു, കൈകളടിക്കുന്നു, ഭയങ്കരമായിട്ട് ആടിപ്പാടുക ഇവരെല്ലാം. അപ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന ഈ പെങ്കൊച്ച് കൈ കെട്ടി നിന്ന് അനങ്ങാണ്ട് ഇവരെന്തൊക്കെയാണ് ഈ കോപ്രായം കാണിക്കുന്നത് എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമായിരുന്നു. ഇവർ കൈ ഉയർത്തുന്നു, കൂടെയുള്ളവർ കൈ ഉയർത്തുന്നു, പ്രേസ് ചെയ്യുന്നു, യേശുവിനെ മഹത്വപ്പെടുത്തുന്നു, യേശുവിനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. 1-ാം ദിവസം കഴിഞ്ഞു പോയി. 2-ാം ദിവസം ഇവള് പറഞ്ഞു, ഞാൻ വരുന്നില്ല, ഈ കോപ്രായം കാണാൻ എനിക്ക് താല്പര്യമില്ല, നിങ്ങൾ പോയി. അപ്പോൾ ഇവർ പറഞ്ഞു, നീ ഒറ്റയ്ക്ക് റൂമിൽ ഇരിക്കേണ്ട, നീ വാ, ഇഷ്ടമില്ലെങ്കിൽ നീ പോര് എന്ന് പറഞ്ഞ് ഈ കൊച്ചിനെ വീണ്ടും ഇവർ നിർബന്ധിച്ച് കൊണ്ടുപോയി. 2-ാം ദിവസവും ഇത് തന്നെയായിരുന്നു പരിപാടി. ഇവർ ഡാൻസ് കളിക്കുന്നു, ഭയങ്കര മനോഹരമായി കളിക്കുന്നു. പക്ഷെ ഈ കുഞ്ഞ് അനങ്ങുന്നില്ല. ഈ കുഞ്ഞ് അനങ്ങാതെ നിൽക്കുന്ന കണ്ട് ഇവർ പറഞ്ഞു, എടി നീ ഒന്ന് പ്രൈസ് ചെയ്യ്, നീ ദൈവത്തെ ഒന്ന് സ്തുതിക്ക്. അപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് ഈ കുഞ്ഞ് നിൽക്കുകയാണ്. വലതുകരം ഉയർത്തി പറയാമോ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് 3-ാം ദിവസവും നിർബന്ധം പിടിച്ച് ഇവർ കൊണ്ടുവരുമ്പോഴും ഇവരെല്ലാവരും കൈയടിക്കുമ്പോൾ ഈ കൈയടിച്ച് ഈ കൊച്ചിൻ്റെ മൈൻഡിൽ പതുക്കെ ഒരു മാറ്റം വന്നു. കൈയടിച്ചപ്പോൾ ഈ കൊച്ച് ഇങ്ങനെ പതുക്കെ കൈയടിക്കാൻ തുടങ്ങി. ഓരോരുത്തരും കരം ഉയർത്തിപ്പിടിച്ച് സ്തുതിക്കാൻ പറഞ്ഞപ്പോൾ ഈ കുഞ്ഞും കൈ ഉയർത്തിപ്പിടിച്ച് എന്തിനാ ഇവർ സ്തുതിക്കുന്നത്, ഒന്ന് സ്തുതിച്ചോട്ടെ എന്ന് ഈ കൊച്ചു പറഞ്ഞ സാക്ഷിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈ കുഞ്ഞ് കൈ ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ എന്ന് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. ഈ കുഞ്ഞ് നിലത്ത് വീണു. അപ്പൊ നിലത്ത് വീണ ഈ കുഞ്ഞ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ആരെ നോക്കി പറഞ്ഞു? കൂട്ടുകാരിയെ നോക്കി പറഞ്ഞു, എടി നീ എന്തിനാടി എന്നെ തള്ളിയിട്ടെ? അപ്പൊ കൂട്ടുകാരികൾ ഇവള് വീണ കാര്യം അറിഞ്ഞില്ല. അപ്പൊ കൂട്ടുകാരി ചോദിച്ചു, നീ വീണോ? ഞാൻ വീണ നീ കണ്ടില്ലേ? ഇല്ല. നീ എന്നെ തള്ളിയിട്ടതല്ലേ? അവള് പറഞ്ഞു, ഞാനല്ല തള്ളിയിട്ട, ഞാൻ നീ വീണത് പോലും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. വീണ്ടും ഈ കൊച്ച് സ്തുതിക്കാൻ തുടങ്ങി. വീണ്ടും ഈ കൊച്ച് നിലത്ത് വീണു. ഈ സമയത്ത് നിലത്ത് വീണത് കൂട്ടുകാരികൾ കണ്ടു. കൂട്ടുകാരികൾ പതുക്കെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചപ്പോ ഈ കൂട്ടുകാരി വീണ കൊച്ചു പറഞ്ഞു, ഇപ്പൊ നീയല്ല എന്നെ തള്ളിയിട്ടത് എന്ന് ചോദിച്ചപ്പോ ഈ കൂട്ടുകാരി പറഞ്ഞു, ഒരിക്കലുമല്ല, നീ വീഴുന്നത് കണ്ട് നിന്നെ ഞാൻ സഹായിച്ചതാണ് എന്ന് പറഞ്ഞു. വലതുകരം ഉയർത്തി പറയാമോ ഹല്ലേലൂയ? കേൾക്കുന്നല്ലോ, സ്വരമുയർത്തി ഹല്ലേലൂയ. അന്നത്തെ ദിവസം കഴിഞ്ഞ് 4-ാമത്തെ ദിവസമാണ് ഈ കൊച്ച് സ്റ്റേജിൽ സാക്ഷ്യം പറയുന്നത്. ഈ കൊച്ച് വീട്ടിൽ പോയി, റൂമിലേക്ക് പോയി. ഈ കൊച്ച് ഭയത്തോടെ ഇരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആരോടും പറയാതെ, വീട്ടുകാരോടും പറയാതെ, കൂട്ടുകാരോടും പറയാത്ത ഒരു പേടി ഉണ്ടായിരുന്നു. ഈ കുഞ്ഞിന് ഒരു മുഴയുണ്ടായിരുന്നു. ഈ മുഴ, ബ്രസ്റ്റിൽ ഒരു മുഴയുണ്ടായിരുന്നു. പേടിച്ച് ഈ കുഞ്ഞ് ആരോടും പറയാതിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്നാൽ തിരിച്ചു പോയി കുളിക്കാൻ പോകുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഈ മുഴയെ കാണാനില്ല. ഹല്ലേലൂയ. എന്നിട്ട് ഈ കൊച്ചൊന്ന് സാക്ഷ്യം പറയുന്നത്. ഈ കൊച്ചു കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, കരമുയർത്തി യേശുവേ എന്ന് മാത്രമേ ഞാൻ വിളിച്ചുള്ളൂ, ഒരു ഹല്ലേലൂയ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ആരോടും പറയാത്ത ഒരു മേഖല ദൈവം തൊട്ടു. കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാമോ? കരങ്ങളടിച്ച്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എൻ്റെ മക്കളെ, നിങ്ങളോട് പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ ചലനങ്ങൾ അറിയുന്ന ഒരു ദൈവം, നിങ്ങളെ കാണുന്ന ഒരു ദൈവം, നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവം, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം നിങ്ങളുടെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാ. നിന്റെ വാ തുറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാ. നിന്റെ സ്വരം കേൾക്കുവാൻ കാത്തിരിക്കുകയാ. നിന്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാ. എന്തിന്? നിന്നെ അനുഗ്രഹിക്കാൻ. വലതുകരം ഉയർത്തി പറയേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറയാമോ ഹല്ലേലൂയ. നിന്റെ വേദനകൾ എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ, നീ ഒരു ഹല്ലേലൂയ പറയുമ്പോൾ ദൈവം, സ്വർഗം ആനന്ദിക്കും. അടുത്തിരിക്കുന്നവർക്ക് ഷേക്കൽ കൊടുത്തോണ്ടൊരു ഹല്ലേലൂയ പറയാമോ? എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ ഏത് കുറവുകളെയും അറിയുന്നൊരു ദൈവം,
നിന്റെ ഏത് പ്രശ്നത്തെയും മാറ്റാൻ കഴിയുന്നൊരു ദൈവം, നിന്റെ ഏത് ദുഃഖത്തെയും മാറ്റാൻ കഴിയുന്നൊരു ദൈവം, നിന്റെ ഏതൊരു ജോലി പ്രശ്നത്തെയും മാറ്റാവുന്നൊരു ദൈവം നിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ. നീ മാറാൻ തയ്യാറായാൽ, നിന്റെ ജീവിതം കർത്താവിന് വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ, നിന്റെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിക്കാൻ തയ്യാറായാൽ, നിന്റെ ജീവിതം മാറ്റിമറിയുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു. വലതുകരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. ഞാൻ എടുക്കാവുന്ന സബ്ജക്റ്റേ അല്ല, ഞാൻ എടുക്കാവുന്ന സബ്ജക്റ്റ് വേറെ. എന്നാൽ നിങ്ങളിൽ ഒരു മാറ്റം, ഒരു രൂപാന്തരീകരണം ഉണ്ടാകണം. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബം മാറണം. നിങ്ങളിലൂടെ നിങ്ങളുടെ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടണം. നിങ്ങളിലൂടെ നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെടണം. നിങ്ങളിലൂടെ നിങ്ങളുടെ ഇടവക അനുഗ്രഹിക്കപ്പെടണം. ഹല്ലേലൂയ. ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. ശൂന്യവൽക്കരിക്കപ്പെടുക, സ്വയം എളിമപ്പെടുക, സ്വയം താഴുക, എംപ്റ്റിയാകുക, ഒന്നുമില്ലാത്തവനായി മാറുക, വട്ടപൂജ്യമായി മാറുക. ഹല്ലേലൂയ. എന്നിലെ സകലതും മാറി, എന്നിലെ സകലതും വിട്ടുകളഞ്ഞ് എൻ്റെ ചിന്തകൾ, എൻ്റെ വികാരങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഇന്നലെ വരെ ഞാൻ കൊണ്ടു നടന്ന എൻ്റെ എല്ലാ മേഖലകളെയും മാറ്റി ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഞാൻ ഒരു ശൂന്യനായി മാറണം. എന്റെ ജീവിതത്തിൽ ക്രിസ്തു എപ്രകാരമാണോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്, എപ്രകാരമാണോ ക്രിസ്തു ഈ ഭൂമിയിൽ ശൂന്യനായി മാറിയത്, അതുപോലെ ഞാനും ഒരു ശൂന്യനായി മാറണം. വലതുകരം ഉയർത്തി പറയാം ഹല്ലേലൂയ. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിൽ വ്യക്തമായി വചനം പറയുന്നു, മനോഹരമായി പറയുന്നൊരു വാക്ക്. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. തന്നെ താഴ്ത്തുമ്പോഴാണ് ദൈവം നമ്മെ ഉയർത്തുന്നത്. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമില്ല? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലുള്ള ചില മേഖലകൾ എനിക്ക് കടന്നു വരുന്നില്ല? എനിക്ക് താഴാൻ പറ്റാത്തത് കൊണ്ടാണ്. എന്നിലെ ചിന്തകൾ എന്നെ ഭരിക്കുന്നത് കൊണ്ടാണ്. എന്നിലെ വികാരങ്ങൾ എന്നെ ഭരിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ പലരും നമ്മളോട് പറയാറുണ്ട്, സ്വയം നീ ഉയരുക. എന്നാൽ യേശു പഠിപ്പിക്കുന്നത് നീ സ്വയം കേട്ടില്ല താഴ. സമൂഹം നമ്മളോട് പറയും നീ സ്വയം ഉയർന്നു നിൽക്ക്. എന്നാൽ യേശു പഠിപ്പിക്കുന്നത് നീ സ്വയം താഴണം. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്നത്തെ യുവതലമുറകളുടെ ഏറ്റവും വലിയ പ്രശ്നം, എന്തുകൊണ്ട് എന്നിലൊരു മാറ്റം സംഭവിക്കുന്നില്ല? ഇന്നത്തെ യുവതലമുറകളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം, 1 ഈഗോ, 2 പ്രൈഡ്, 3 സെൽഫ് ഇമേജ്, 4 കമ്പാരിസൺ, 3 ലൈക്സ്, അടുത്ത് ഫോളോസ്. ഇതെന്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ചിരിക്കുന്നു. ഇതെന്റെ ജീവിതത്തെ എന്നെ വല്ലാതെ സ്വാധീനിച്ചിരിക്കുന്നത് കൊണ്ട് എൻ്റെ ഈഗോ എന്നെ താഴാൻ അനുവദിക്കുന്നില്ല. എന്നിലെ പ്രൈഡ് എന്നെ താഴാൻ അനുവദിക്കുന്നില്ല. എന്നിലെ കമ്പാരിസൺ എന്നെ താഴാൻ അനുവദിക്കുന്നില്ല. എന്നിലെ സെൽഫ് ഇമേജ് എന്നെ താഴാൻ അനുവദിക്കുന്നില്ല. ഇതെന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്കൊരു കെനോസിസ് ആയി മാറാൻ പറ്റുന്നില്ല. ഉറങ്ങുന്നവർ പറഞ്ഞേ ഹല്ലേലൂയ. ഉറങ്ങാത്തവർ പറഞ്ഞേ ഹല്ലേലൂയ. കൈയുള്ളവർ കൈ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർക്ക് ശേഖരം എടുത്തുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. ലോകം നമ്മളോട് പറയുന്ന വാക്കാ എന്നാ പറയുന്നത്? ബി സംബഡി. നമ്മളോട് പറയുന്ന കാര്യം എന്നാ പറയുന്നത്? നീ ഒരാളായി മാറണം, നിശക്തനായി മാറണം. എന്നാൽ ക്രിസ്തു നമ്മളോട് പറയുന്നത് become nobody so that God becomes everything. നീ അവന്റെ മുമ്പിൽ താഴുമ്പോൾ അവൻ നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. അവിടെ ക്രിസ്തുവിന്റെ സ്നേഹം കണ്ടോ? നീ അവന്റെ മുമ്പിൽ താഴുമ്പോൾ ക്രിസ്തു നിന്നെ ഉയർത്തും. അടുത്തിരിക്കുന്നവർക്കൊന്ന് ഷേക്കലെടുത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഇവിടെ വരാൻ വേണ്ടിയാ പറയുന്നത് കേട്ടോ.
ക്രിസ്തു, ഈ ലോകം നമ്മളോട് പറയുന്ന ഒരേ ഒരു വാക്കാണ്, നീ ഒരാളായി മാറണം, നീ സമൂഹത്തിന് മുമ്പിൽ ഒരു ശക്തനായി മാറണം. എന്നാൽ ക്രിസ്തു നിന്നോട് പറയുന്നത്, മകനെ മകളെ, അവൻ്റെ മുമ്പിൽ നീ എളിമപ്പെടുമ്പോൾ, താഴുമ്പോൾ അവൻ നിന്നെ ഉയർത്തും. വലതുകരം ഉയർത്തി പറയ് ഹല്ലേലൂയ. ഇന്ന് നിങ്ങളെ MP ആക്കാനാ കർത്താവ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മൊബൈലിൽ ഒരു മനോഹരമായ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാം. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ സ്പേസ് വേണം. വേണോ വേണ്ടയോ? വേണം. ഈ സ്പേസ് ആകെപ്പാടെ ഇപ്പൊ നമ്മുടെ മൊബൈലിന്റെ GB 120 GB ഉള്ളൂ. എത്രയുണ്ട്? അത്രയുള്ളൂ. 120 GB. എന്നാൽ ഇപ്പോൾ 119.9% ഫുള്ളായി. ഹല്ലേലൂയ. എന്തായി? ഫുള്ളായി. ഈ ഫുള്ളായി കഴിഞ്ഞാൽ ഈ മൊബൈലിൽ എനിക്ക് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ? പാത്രം പറയും പറ്റുമോ? ഇല്ല. എന്നാൽ ഇതിലെ ഒരു സാധനം നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ GB നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പറ്റുകയുള്ളൂ. എന്നാൽ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ഇഷ്ടമുള്ള കുറെ ഫോട്ടോസ് ഉണ്ട്, കുറെ വീഡിയോസ് ഉണ്ട്, കുറെ റീൽസ് ഉണ്ട്, ആരും കാണാത്ത പഴയ കാമുകിയുടെ കുറെ ചിത്രങ്ങളുണ്ട്, പല മെസ്സേജ് അങ്ങനെ സേവ് ചെയ്തിട്ടിരിക്കുന്നു. ഇങ്ങനെ ഈ സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു മൊബൈൽ നിങ്ങളുടെ കയ്യിലിരിക്കുമ്പോൾ നിങ്ങൾ ഇതിൽ ആദ്യം ഏത് ഡിലീറ്റ് ചെയ്ത് കളയും? ഈ കാമുകിയുടെ ഫോട്ടോ എന്തെന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് പോയി തെറി വിളിക്കാണ്. ഹല്ലേലൂയ. എടി ഭയങ്കര അപ്പോ ഹല്ലേലൂയ. ചിലരുണ്ട് ഈ ചില പ്രശ്നങ്ങൾ തീരാൻ. ഹല്ലേലൂയ. നിങ്ങൾ ഏത് ഡിലീറ്റ് ചെയ്യും? ഇതെല്ലാം വിലപ്പെട്ടതാ. നിങ്ങളൊരു ഈ ഒരു മൊബൈല് നിങ്ങൾ മൊബൈൽ ഷോപ്പിലേക്ക് കൊണ്ടുപോകാം. ചേട്ടാ, ഇതിൽ GB ഫുള്ളാണ്, എനിക്കൊരു സാധനം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല, ഇതൊന്ന് മാറ്റി കിട്ടണം. അപ്പം പുള്ളിക്കാരൻ നോക്കുമ്പോൾ പറയുകയാണ്, എടാ ഇത് ഫുള്ളാണല്ലോ, ഇതിൽ കുറേ ഡിലീറ്റ് ചെയ്ത്. അയ്യോ ചേട്ടാ, ഇത് ഫുൾ എനിക്ക് അത് തന്നെ എന്നാ ഇമ്പോർട്ടൻ്റാ, ഇതെനിക്ക് ഇമ്പോർട്ടൻ്റ്. എനിക്ക് കളയാൻ പറ്റാത്ത സാധനങ്ങളാണ് ഇതിനകത്ത് നിറഞ്ഞിരിക്കുന്നത്. എന്റെ മനസ്സെന്ന് പറയുന്ന മൊബൈലിൽ, എന്റെ ശരീരമെന്ന് പറയുന്ന മൊബൈലിൽ ഞാൻ പോലും അറിയാത്ത, ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ചിന്തിക്കുന്ന പല സാധനങ്ങളും ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് നിറച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് എന്റെ ക്രിസ്തുവാകുന്ന സ്നേഹത്തിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. ഇത് നീ വാഷ് ഔട്ട് ചെയ്താൽ, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ നിനക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. മനസ്സിലായല്ലോ? എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം, നിങ്ങളുടെ മൊബൈലിൽ, നിങ്ങളാകുന്ന ഈ സിസ്റ്റത്തിൽ നിങ്ങൾ പോലും അറിയാത്ത കുറേ സാധനങ്ങൾ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വച്ചിട്ടുണ്ട്. ഇപ്പൊ സ്റ്റോറേജ് ഫുള്ളാ. ഇത് മാറണം. അതാണ് കർത്താവ് ഇന്നത്തെ ഈ ധ്യാനത്തിലൂടെ നിങ്ങളെ കാണിക്കാനിരിക്കുന്ന ചില സാധനങ്ങൾ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേ പറ്റൂ. ആവശ്യമില്ലാത്ത ഇമേജ് ഡിലീറ്റ് ചെയ്ത് കളയണം. ആവശ്യമില്ലാത്ത വീഡിയോസ് എന്നിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് പോണം. ആവശ്യമില്ലാത്ത കോണ്ടാക്ട്സ് എന്നിൽ നിന്നും മാറണം. ഞാനെന്ന മൊബൈല്, ഞാനെന്ന സിസ്റ്റം ഞാൻ ഇന്ന് റീഇൻസ്റ്റാൾ ചെയ്യാനായി കർത്താവ് ഇന്ന് നിങ്ങളെ വിളിച്ചിരിക്കുകയാ. ആ റീഇൻസ്റ്റാൾ നടത്തണമെങ്കിൽ ഞാൻ എന്താവണം? ശൂന്യനാകണം. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ ചേട്ടന്മാര് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ റീഇൻസ്റ്റാൾ ചെയ്യണം, റീസൈക്കിൾ. അതായത് എൻ്റെ ജീവിതത്തിൽ ഇന്നലകളെ ഞാൻ മറന്നുകൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് നീ പ്രവേശിക്കുവാൻ തയ്യാറായാൽ, നീ ഇന്നലെ വരെ ചേർത്ത് വെച്ചത് നീ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ, ഇന്നലെ വരെ നീ ചേർത്ത് വെച്ചത് കളയാൻ തയ്യാറായാൽ, ഇന്ന് നിന്റെ ദൈവം, നമ്മുടെ ദൈവം, രാജാതിരാജൻ, സർവശക്തനായ ദൈവം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. വലതുകരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ആദ്യം എനിക്ക് വേണ്ടത്
ഞാൻ നേരത്തെ പറഞ്ഞത് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ആദ്യം നിങ്ങൾക്കുണ്ടാകേണ്ട ഒരു ഗുണം, ക്രിസ്തുവിന്റെ മനോഭാവം യുവജനങ്ങൾക്കുണ്ടാകണം. ക്രിസ്തുവിന്റെ മനോഭാവം എന്നിൽ നിറയണം. ക്രിസ്തു എങ്ങനെയാണോ ശൂന്യനായത് അതുപോലെ ഞാനും ശൂന്യനാകണം. ക്രിസ്തു എങ്ങനെയാണോ ഈ ഭൂമിയിൽ ജീവിച്ചത് അതുപോലെ ഞാനും ജീവിക്കണം. ഞാൻ എത്ര കാലമായി എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ജീവിതത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു. എൻ്റെ അപ്പനെയും അമ്മയെ വേദനിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന മേഖലകൾ എന്നിലുണ്ടായിട്ടുണ്ട്. ഞാൻ പോലും അറിയാതെ ഇമോഷൻസ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പോലും അറിയാതെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അപ്പനോട് സംസാരിച്ച കാലം മറന്നുപോയി, എൻ്റെ അമ്മയെ ചേർത്ത് പിടിച്ച കാലം മറന്നുപോയി. എന്നാൽ ഇന്ന് അവരോട് സംസാരിക്കുന്നതിനേക്കാളും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളുടെ ജീവിതം, നിങ്ങളാകുന്ന സിസ്റ്റം ഇന്ന് ഫുള്ളായിരിക്കുക. അത് മാറണം. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറയാം ഹല്ലേലൂയ. എന്താണ് കെനോസിസ്? ക്രിസ്തു കാണിച്ചു തന്നു. ഒന്ന്, യേശു ദൈവമായിരുന്നു എന്നാൽ ദാസനായി മാറി. എങ്ങനെയാ മാറിയേ? സ്വയം എല്ലാവരെയും അനുസരിച്ച്, തൻ്റെ മാതാപിതാക്കളെ അനുസരിച്ച് എത്രമാത്രം എളിമപ്പെട്ടു എന്നുള്ളത് അവൻ ദാസനായി മാറിയതിൻ്റെ അടയാളത്തിലൂടെ നമ്മളെ കാണിച്ചു തരുന്നു. അടുത്ത് പറയുന്നു, അവൻ രാജാവായി കടന്നു വന്നു എന്നാൽ കഴുതപ്പുറത്ത് അവൻ കയറി. അവൻ രാജാവായി വന്നു എന്നാൽ അവൻ നടന്നതോ അവൻ ഇരുന്നതോ കടന്നുപോയതോ കഴുതപ്പുറത്തായിരുന്നു. കെനോസിസായി മാറിയതാ, ശൂന്യനായി മാറിയതാ. സകലതിന്റെയും ഉടമയായി എന്നാൽ ജനിച്ചതോ ഇതിന്റെ ഉടയവനവൻ. ഈ ഭൂമിയെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവ്. പക്ഷെ അവൻ ജനിച്ചത് കാലിത്തൊഴുത്തിൽ ശൂന്യനായി, ഒരു കെനോസിസായി മാറിയിട്ട. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അവൻ സകലതിന്റെയും നാഥനായി നേതാവായി മാറിയെങ്കിലും അവൻ ശിഷ്യന്മാരുടെ പാദം കഴുകി. കെനോസിസായി മാറി. അവൻ മാറിയത് നേതാവായി നിന്നുവെങ്കിലും ഗുരുവായി നിന്നുവെങ്കിലും സകലതിന്റെയും നാഥനായെങ്കിലും അവൻ ശിഷ്യന്മാരുടെ പാദം കഴുകുവാൻ തക്കവിധം അവൻ താഴേക്കിറങ്ങി വന്നു. താഴേക്കിറങ്ങി വന്നു. ഇന്ന് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗുരു ശിഷ്യന്റെ പാദം കഴുകുന്ന ഏതെങ്കിലും ഗുരുവിനെ ഈ ഭൂമിയിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ക്രിസ്തു അല്ലാതെ ഗുരുവിന്റെ പാദം കഴുകുവാനായി എന്താ പറയുക, ശിഷ്യന്മാരുടെ നെട്ടോട്ടമാകുമ്പോൾ തന്റെ ഗുരു തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി മാതൃകയായി നമുക്ക് കാണിച്ചു തരുമ്പോൾ, എന്നെ കേൾക്കുന്നവരെ, എന്നെ കാണുന്നവരെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ മുമ്പിൽ എളിമപ്പെട്ടു നിന്ന ഏതെങ്കിലും ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ? പരിശോധിക്കുക. അതാണ് ഈ ധ്യാനത്തിന്റെ പ്രത്യേകത. കെനോസിസ്, ശൂന്യവൽക്കരിക്കപ്പെടുക. ദൈവം എത്രത്തോളം എളിമപ്പെട്ടു എന്നുള്ളത് ക്രിസ്ത്യാനിയായ നിങ്ങൾ ഓരോരുത്തരും അറിയണം. നമ്മളെല്ലാവരും ക്രിസ്തുവിനെ വഹിക്കുന്നവരല്ലേ? മാമോദീസ ജലം നെറ്റിത്തടത്തിൽ വീണ് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് അഹങ്കരിക്കുന്നവരല്ലേ? എന്നാൽ ക്രിസ്തുവിനെ പിൻചെല്ലാൻ എന്റെ യുവതലമുറയെ നിങ്ങൾക്ക് എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ഇന്ന് നമുക്ക് പിൻചെല്ലാൻ പലരുമുണ്ട്. പലരുടെയും മുമ്പിൽ പലരെയും കണ്ടുകൊണ്ട് നമ്മൾ പിൻചെല്ലാറുണ്ട്. ചില നടന്മാരെയും നടിമാരെയും കണ്ടുകൊണ്ട് അവരെ ഞാൻ സ്വീകരിച്ചുകൊണ്ട് അവരെ പിൻചെല്ലുന്നവരാണ് ഇന്നത്തെ തലമുറകളെങ്കിൽ ഇന്ന് കർത്താവ് നമ്മളോട് ചോദിക്കുന്നു, എന്നെ കണ്ടുകൊണ്ട് ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് പിൻചെല്ലുന്ന എത്ര തലമുറകളുണ്ട്? അടുത്തിരിക്കുന്നവർക്ക് ഷേക്കൻ്റെ കൊടുത്തോണ്ട് പറയാമോ ഹല്ലേലൂയ? പറയേ, സന്തോഷത്തോടെ പറയേ ഹല്ലേലൂയ. ജീവന്റെ ഉറവിടമായി കടന്നു വന്നവൻ, ജീവന്റെ ഉറവിടമായി കടന്നു വന്ന ക്രിസ്തു മരണത്തിന് സ്വയം വിട്ടുകൊടുക്കുക. ഏതൊരു ദൈവമുണ്ട് തൻ്റെ നാഥൻ തൻ്റെ മക്കൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഏതൊരു ദൈവമുണ്ട് ഈ ഭൂമിയിൽ? ക്രിസ്തു അല്ലാതെ ഒരേ ഒരു സത്യദൈവമേ ഉള്ളൂ. അവന്റെ നാമം ക്രിസ്തു എന്ന. തന്റെ മക്കൾക്ക് വേണ്ടി പ്രാണൻ കൊടുത്ത ഒരു ശൂന്യവൽക്കരണം
നമുക്ക് പറ്റുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നും എപ്പോഴും ശൂന്യവൽക്കരിക്കപ്പെടാൻ പറ്റാതെ നമ്മൾ ഇന്ന് ലോകത്തിൻ്റെ പിന്നാലെ, ലോകത്തെ നേടുവാനായി, ലോകത്തിനെ വെട്ടിപ്പിടിക്കാനായി ഇന്ന് നമ്മൾ ഓടുകയാണ്. ബഹുമാനമില്ലാതെ, സ്നേഹമില്ലാതെ, ദൈവസ്നേഹത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട്, ദൈവം നൽകിയ കൃപകളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഞാനിന്ന് ഓടുമ്പോൾ നിനക്ക് വേണ്ടി സ്വയം ശൂന്യനായി വട്ടപൂജ്യമായി മാറിയ ഒരു ക്രിസ്തു ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. കാണാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? അതാ കർത്താവ് ചോദിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 12-ാമത്തെ വാക്യം പറയുന്നുണ്ട്, സ്വയം ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, സ്വയം താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അടുത്ത് വീണ്ടും പറയുന്നു, മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാമത്തെ വാക്യം, മനുഷ്യപുത്രൻ ശുശ്രൂഷ സ്വീകരിക്കാനല്ല, ശുശ്രൂഷ ചെയ്യാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവൻ മോചന വിലയായി നൽകാനുമാണ് വന്നത്. എന്നിലേക്ക് വരുന്നത് ഞാൻ എന്തിനു വേണ്ടി ഉണ്ടാകണം, ഞാൻ എന്തിനു വേണ്ടി വരണം, ഞാൻ എന്തിനു വേണ്ടി ജീവിക്കണം? ഇതൊരു ചോദ്യമാണ് നിങ്ങളുടെ മുമ്പിലൊരു ചോദ്യം. നിങ്ങൾ എന്തിനു ജീവിക്കുന്നു? ഞാൻ എന്തിന് ഈ ഭൂമിയിൽ ജീവിക്കണം? പിശാചിന് നന്നായി അറിയാം നിങ്ങളുടെ പദ്ധതി എന്താണെന്നും നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനാണെന്നും. ക്രിസ്തുവിനെ പ്രതി, ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടി ക്രിസ്തു നിങ്ങളെ ക്രിസ്ത്യാനിയാക്കി മാറ്റി മാമോദീസയിലൂടെ പുത്തൻ ജീവിതം നൽകി നിങ്ങളെ വഴി നടത്തുമ്പോൾ, പിശാച് ആ ജീവനെ അപഹരിച്ചുകൊണ്ട് അവന്റെ വഴിയെ നടത്തുമ്പോൾ, യഥാർത്ഥമായി എൻ്റെ പദ്ധതികളെ തകിടം മറിച്ചുകൊണ്ട് ഞാൻ അന്ധകാരത്തിൽ വീണ് കിടക്കുന്നതിൻ്റെ തുല്യമായി മാറുകയാണ്. ദൈവമായ കർത്താവ്, ഉന്നതനായ ദൈവം, അത്യുന്നതനായ ദൈവം ഇന്ന് നിങ്ങളെ വീണ്ടെടുത്ത്, നിങ്ങളെ അനുഗ്രഹിച്ച്, അമ്മയുടെ ഉദരത്തിൽ നിങ്ങൾക്ക് ജന്മം നൽകി, നിങ്ങളെ ജനിപ്പിച്ച ഈ ഭൂമിയിൽ നിന്ന് നിങ്ങളെ വഴി നടത്തുമ്പോൾ നിങ്ങൾ തിരിച്ചറിയാതെ പോകരുത്. നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവരാജ്യ ശുശ്രൂഷയ്ക്കാണ്. അതാകണമെങ്കിൽ ഞാനൊരു കെനോസായി മാറുമ്പോഴാണ്, അല്ലാണ്ട് വെറുതെ കസേരയിലിരുന്ന് ജീവിതം തീർത്ത് കല്യാണം കഴിച്ച് മക്കളെ ഉണ്ടാക്കി കുറെ സമ്പാദിച്ച് കുറെ സ്ഥാനമാനം വിളിച്ച് അവസാനം മരണപ്പെട്ട് ശിമിത്തേരി കൊണ്ട് അടത്തി ജീവിതം തീർന്നു. ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചതിന് ഒരു അടയാളം നിങ്ങൾ ഉണ്ടാക്കണം. ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതിന്റെ ഒരു തെളിവുണ്ടാവണം. അതാണ് ക്രിസ്തുവിന്റെ സ്നേഹിക്കുന്നവരുടെ അടയാളം. അല്ലാണ്ട് എന്ത് അടയാളം നിങ്ങൾക്കുള്ള? അതാണ് ഞാൻ ആ അടയാളം വരണമെങ്കിൽ എന്റെ സിസ്റ്റത്തിലെ എല്ലാ നിറഞ്ഞു കിടക്കുന്ന അനാവശ്യമായ ആപ്പുകൾ ഡിലീറ്റ് ചെയ്ത് കളയണം. എന്നിട്ട് ക്രിസ്തുവിന്റെ സ്നേഹമാകുന്ന ആപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്യുമ്പോഴുണ്ടല്ലോ, നിങ്ങളുടെ യഥാർത്ഥ പദ്ധതി എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയും. അടുത്തിരിക്കുന്നവർക്ക് ശേഖരനോടുത്തോണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പിശാച് ഏറ്റവും കൂടുതൽ തന്ത്രപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പം നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തും. ഉറക്കം വരും, ഉറക്കത്തിൻ്റെ ലാഞ്ചനയിലേക്ക് കൊണ്ടുപോകും. പല പല രീതികളിൽ അവൻ നിങ്ങളെ കൊണ്ടുപോകും. കാരണം അവൻ അറിയാം നിങ്ങൾ ഉണർന്നാൽ നിങ്ങൾ ഓടും. നിങ്ങൾ ഉണർന്നാൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഓടും. അതുകൊണ്ട് നിങ്ങൾ ഉണരാതെ ഉറക്കുക എന്നുള്ളതാണ് അവന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. യുവജനങ്ങളെ ഉണരുവിൻ. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ. യുവജനങ്ങളെ ഉണരുവിൻ. ക്രിസ്തുവിന് വേണ്ടി ഉണരാൻ നിങ്ങൾ തയ്യാറായാലുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകാനിരിക്കുന്ന കൃപകൾ കർത്താവ് നിങ്ങളുടെ കണ്ണുകളിലൂടെ കാണിച്ചു തരും. നിങ്ങൾ ഉറക്കുക. അവൻ യഥാർത്ഥമായ ഒരു കെനോസസായി മാറാതെ നിങ്ങൾ അവൻ ഉറക്കിയിടുക. ദൈവമായ ക്രിസ്തുവിന്റെ സ്നേഹം എന്നിലേക്ക് കടന്നു വരാനായി തടസ്സപ്പെടുത്തുന്നതിന്റെ പ്രധാന കാരണം ഇത് നമ്മളെല്ലാവരും ഉറക്കത്തില്ല. സത്യം പറഞ്ഞ നമ്മളെല്ലാരും എന്തില്ല? ഉറക്കത്തില്ല. ഉണർന്നാൽ ഞാൻ ഇങ്ങനെ ഇരിക്കില്ല എന്ന് പിശാചിന് അറിയാം. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറയ് ഹല്ലേലൂയ. ഈ ഉണരണമെങ്കിൽ ഉണർത്തി കഴിയുമ്പോഴാണ് എൻ്റെ ഉള്ളിലുള്ള ഞാനെന്ന സിസ്റ്റത്തിലെ ഞാൻ അനാവശ്യമായി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എൻ്റെ എല്ലാ ഈഗോസ്, പ്രൈഡ്, കമ്പാരിഷൻ എന്ന് വേണ്ട പല ആപ്പുകളും ഞാൻ ഇന്ന് നിറച്ചു വച്ചിരിക്കുമ്പോൾ എനിക്ക് യഥാർത്ഥമായി ഒരു കെനോസസിന്റെ ഒരു ആപ്പ് എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാതെ, കാരണം ഞാൻ നിറഞ്ഞിരിക്കല്ലേ. എൻ്റെ കയ്യിലുള്ള ഉണ്ടായിരിക്കുന്ന സിസ്റ്റത്തിലെ GB ഫുള്ളാ.
120% അല്ലെങ്കിൽ 120 GB ഉണ്ടായിരിക്കുന്നിടത്ത് ഇനി ഇൻസ്റ്റാൾ ചെയ്യാൻ എനിക്ക് സ്ഥലമില്ല. ആദ്യം നിങ്ങൾ ശൂന്യരാകണം. എന്താ ചെയ്യേണ്ടത്? എൻ്റെ സിസ്റ്റം ഞാൻ റീസൈക്കിൾ ചെയ്യണം. വലതുകരം ഉയർത്തി പറയാം ഹല്ലേലൂയ. അതാ കർത്താവ് ദൈവം സ്വരം നമ്മളോട് പറയുന്നതാ. അതാ ദൈവം നമ്മളോട് എപ്പോഴും പറയാം, നിങ്ങൾ ഉണര് ഉണര് ഉണര്. നിങ്ങൾ ഉണർന്നാലുണ്ടല്ലോ ഈ ദേശം ഉണരും. ഹല്ലേലൂയ. നിങ്ങൾ ഉണർന്നാലുണ്ടല്ലോ ഈ ഇന്ത്യ ഉണരും. വലതുകരം ഉയർത്തി പറയും ഹല്ലേലൂയ. അതുകൊണ്ട് അവന് നന്നായി അറിയാം, ഈ ഇന്ത്യയെ ഉണർത്താതിരിക്കണമെങ്കിൽ ആദ്യം ആരുറങ്ങണം? ആരെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോകണം? നമ്മൾ ഓരോരുത്തരെയും. അത് പാട്ട് പാടുന്നത്, ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ, നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. ഉണർവിന്റെ ആത്മാവ് എന്നിൽ നിറയുമ്പോ, ഉണർവിന്റെ ശക്തി എന്നിലേക്ക് കടന്നു വരുമ്പോൾ, ഈ ആത്മാവിനെ തടസ്സപ്പെടുത്താൻ, ഈ ആത്മാവിന്റെ ശക്തി എന്നിലേക്ക് വരാതിരിക്കാൻ എന്നെ ഉറക്കത്തിന്റെ ലാഞ്ചനയിലേക്ക് കൊണ്ടുപോയി എന്റെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടതിന് എന്നെ മറന്നുകൊണ്ട് ഈ ലോകത്തിന്റെ ചിന്തകളിലൂടെ കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് എന്നെ താഴ്ത്തിയിടുകയാ. അത് ഞാനൊരു കെനോസിസായി മാറാത്തതിന്റെ കാരണം എന്താ? എന്നെ അവൻ പിടിച്ചു കെട്ടിയിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർക്ക് ശേഖരം എടുത്തോണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. കെനോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുക്കലല്ല, സ്വയം വെറുക്കലല്ല. കെനോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കഴിവുകളെ നിഷേധിക്കലല്ല. കെനോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിപ്രഷനിൽ ജീവിക്കാനുള്ളതല്ല. എല്ലാം വിട്ടിട്ട് എല്ലാം മാറി ഞാൻ ഇങ്ങനെ ഇരിക്കുക, അത് ഡിപ്രഷനിലേക്ക് പോകണം. അതല്ല കെനോസിസിന്റെ അർത്ഥം. കെനോസിസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? സ്വയം ശൂന്യവരിക്കുക. എന്റെ ഇഷ്ടങ്ങൾ, എന്റെ ഇഷ്ടത്തെക്കാൾ, എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ദൈവത്തിന്റെ മഹത്വത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കലാണ് കെനോസിസ്. ഹല്ലേലൂയ. എന്റെ ഇഷ്ടത്തെക്കാൾ, എന്റെ ആഗ്രഹത്തെക്കാൾ ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നതാണ് കെനോസിസ്. ഹല്ലേലൂയ. അതാണ് ശൂന്യം. താഴുമ്പോഴല്ലേ, ഞാൻ എളിമപ്പെടുമ്പോഴല്ലേ, ഞാൻ ഈ നിലത്തിരിക്കുമ്പോഴല്ലേ ക്രിസ്തുവിനെ അറിയാൻ പറ്റുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോഴൊക്കെ നമുക്ക് പാടാൻ പറ്റുള്ളൂ. എന്നെ പാടാം. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. പാടാമോ? ആത്മാവാൽ എന്നെ ഉണർത്തണമേ. എങ്ങനെ? ഞാൻ ഉണർന്നാൽ എൻ ദേശം ഉണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാൽ എൻ്റെ ഇന്ത്യ ഉണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാൽ എൻ്റെ ഇടവക ഉണരും. ഞാൻ ഉണർന്നാൽ എൻ്റെ കുടുംബം ഉണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. കണ്ടോ ആ വരികളിൽ പോകുന്ന വഴികളുണ്ടോ? ഞാൻ ഉണർന്നാൽ മാത്രമേ എൻ്റെ ജീവിതത്തിന്റെ യഥാർത്ഥമായ വഴികൾ എനിക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഉണർന്നാൽ മാത്രമേ എൻ്റെ ഇന്ത്യയെ എനിക്ക് ഉണർത്താൻ പറ്റുകയുള്ളൂ. നിന്റെ ജീവിതത്തിൽ ഒരു യുവാവായി, ഒരു യുവതിയായി നീ ജീവിക്കുന്നത് വെറുതെ നിന്റെ ജോലി ചെയ്ത് കല്യാണം കഴിച്ച് മക്കളെ ഉണ്ടാക്കി കെട്ടിക്കൊടുത്ത് ജീവിതം തീർക്കാനല്ല, ഭാരതത്തെ ഉണർത്തുവാനായി ക്രിസ്തു നിന്നെ വിളിക്കുന്നു. അത് മാറണമെങ്കിൽ ഞാൻ ശൂന്യവൽക്കരിക്കപ്പെടണം. അടുത്തിരിക്കുന്നവർക്ക് ശേഖരം എടുത്തോണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഉണർന്നാലേ പറ്റുള്ളന്നേ. ഞാൻ ഉണരാത്തത് കൊണ്ടാണ് എൻ്റെ ഈഗോ എനിക്ക് കളയാൻ പറ്റാത്തത്. ഞാൻ ഉണരാത്തത് കൊണ്ടാണ് എൻ്റെ കമ്പാരിസൺ എനിക്ക് കളയാൻ പറ്റാത്തത്. ഞാൻ ഉണരാത്തത് കൊണ്ടാണ് എൻ്റെ സെൽഫ് ഇമേജ് എനിക്ക് കളയാൻ പറ്റാത്തത്. ഞാൻ ഉറങ്ങുന്നത് കൊണ്ട് ഇതെന്നിൽ നിറഞ്ഞിരിക്കുകയാ.
തുടക്കത്തിലേ പറഞ്ഞു, ഒരു മൊബൈൽ ഷോപ്പിലേക്ക് നിങ്ങളുടെ മൊബൈൽ കൊണ്ടുപോയി നിങ്ങൾ എന്താ പറയുന്നത്, അതിലുള്ള എല്ലാ ഇൻസ്റ്റാൾ കളയാൻ വേണ്ടി, സ്റ്റോറേജ് ഫുള്ളാണ്, അതുകൊണ്ട് കളയാൻ വേണ്ടി നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പറയും, ഞാൻ ഇഷ്ടപ്പെട്ട എൻ്റെ ഫോട്ടോയുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ കുറേ വീഡിയോസ് ഉണ്ട്, ഞാൻ ആഗ്രഹിക്കുന്ന കുറേ സാധനങ്ങൾ അതിൽ നിറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് കളയാൻ പറ്റില്ല. കർത്താവ് ഇന്ന് ഈ കനോസസ് എന്ന് പറയുന്ന ഈ യുവജന ധ്യാനത്തിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ശൂന്യവൽക്കരിക്കപ്പെടാനാ, സകലതും കളയാനാ, പുതിയൊരു പുത്തൻ തീരുമാനമെടുത്തുകൊണ്ട് കടന്നു പോകാൻ ക്രിസ്തു നിങ്ങളെ വിളിക്കുന്നു. വലതുകരം ഉയർത്തി പറയുക ഹല്ലേലൂയാ, സ്വരമുയർത്തി പറയുക ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല? എന്തുകൊണ്ട് എനിക്ക് ശൂന്യവൽക്കരിക്കാൻ പെടാത്തതിന്റെ കാരണം എന്താ? എന്നിൽ കടന്നു വരുന്നത് സോഷ്യൽ മീഡിയ ഈഗോ എന്നെ വല്ലാതെ സ്വാധീനിച്ചിരിക്കുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ജീവിതം കാണിച്ചു കൊടുക്കുന്നവരാ. ഇരിക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും നിൽക്കുന്നതും എവിടേക്ക് പോകുന്നതോ അവിടെയെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഞാനിപ്പോൾ ഹല്ലേലൂയ, നമ്മൾ എന്താണെന്ന് ഈ ലോകത്തെ നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കുക. സോഷ്യൽ മീഡിയ ഈഗോ, ഇതാണ് നമ്മുടെ ജീവിതം. പള്ളിയിലെ മുട്ടിന്മേലിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ദേവാലയത്തിന് പറയും, എന്നിട്ട് അവസാനം അതിന് താഴെ ഒരു ക്യാപ്ഷൻ ഇടും, ഫീലിംഗ് ബ്ലെസ്ഡ്, പ്രയർ ടൈം, ഹോളി മൂഡ്. അല്ലേ? ശരിയല്ലേ? എന്തിനാ നമ്മൾ ഇതിടുന്നത്? ഞാനിപ്പോ ഫീലിംഗ് ബ്ലെസ്ഡാ, മുട്ടുമേരുന്നിട്ടാ. അപ്പൊ അടുത്തിരുന്നിട്ട് അപ്പൂപ്പൻ ചോദിക്കടാ, മോനെ നീ ആരോടാ സംസാരിക്കുന്നത്? നമ്മളുടെ സംസാരം ആരോടാ? ഫോളോവേഴ്സിനോടാ. ശരിയല്ലേ? ആരോടാ നിങ്ങൾ സംസാരിക്കുന്നത്? പറയ്, വാതുറന്ന് പറയും, ആരോടാ? ഫോളോവേഴ്സിനോടാ. ദേവാലയത്തിൽ പോയാലും ഞാൻ സംസാരിക്കുന്ന ഫോളോവേഴ്സ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് ഞാൻ ഇരിക്കുന്ന സ്ഥലം, ഞാൻ നിൽക്കുന്ന സ്ഥലം കൊള്ളാമോ? ഗുഡ് ന സംസാരം എൻ്റെ ഫോളോവേഴ്സിനോടാ. ഒരു അപ്പൂപ്പൻ ചോദിച്ചു, എന്നെ മോനെ നീ ആരോടാ സംസാരിക്കുന്നേ? നീ ഫോളോവേഴ്സിനോടല്ല, നീ ഫോളോ ചെയ്യേണ്ട ക്രിസ്തുവിനോട് നീ സംസാരിക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. എന്റെ ഈഗോ എവിടെയാ? സോഷ്യൽ മീഡിയ ഈഗോ എന്റെ മുമ്പിൽ കിടക്കുക. അതുകൊണ്ടാണ് എനിക്ക് ഒരു ശൂന്യവൽക്കരിക്കപ്പെടാൻ എന്നെ കൊണ്ട് പറ്റാത്തത്. 24 മണിക്കൂറും എന്റെ കയ്യിലിരിക്കുന്ന ഈ മൊബൈലിനോട് ഞാൻ സംസാരിക്കുന്നുണ്ടല്ലോ. 24 മണിക്കൂറും ഞാനൊരു വീഡിയോ ഇടുമ്പോൾ എൻ്റെ ഫോളോവേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ വീഡിയോസ് ഇടുന്നുണ്ടല്ലോ. ക്രിസ്തുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ശൂന്യവൽക്കരണത്തിലൂടെ കടന്നുപോയി ക്രിസ്തുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ക്രിസ്തുവിന്റെ ആഗ്രഹപ്രകാരം എത്ര പേര് ജീവിതത്തിലെ ഫോളോ ചെയ്ത് കടന്നു പോകുന്നു? നിന്നെ ഫോളോ ചെയ്യുന്ന കർത്താവ് ചോദിക്കുന്നില്ല, നിന്റെ ഫോളോവേഴ്സിന്റെ എണ്ണമല്ല കർത്താവ് ചോദിക്കുന്നത്, നിന്റെ ലൈക്സിന്റെ എണ്ണമല്ല നിന്റെ ചോദിക്കുന്നത്, സബ്സ്ക്രൈബ് ചെയ്തവരുടെ എണ്ണമല്ല കർത്താവ് ചോദിക്കുന്നത്. കർത്താവ് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, നീ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ? അതാ ചോദ്യം. നീ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ? നിന്നെ ഫോളോ ചെയ്യാൻ ആയിരക്കണക്കിന് ഉണ്ടാവുന്നേ, നീ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ? ഇതാണ് ക്രിസ്തു ചോദിക്കുന്ന ചോദ്യം. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 30-ാമത്തെ വാക്യം പറയുന്നു, അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ ഞാൻ കുറച്ച് നിർത്തിക്കുക, താഴ്ത്തി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഉയർന്നു നിൽക്കുക. എൻ്റെ ജീവിതം മുഴുവനും ഇന്ന് എവിടെയാ നിൽക്കുന്നത്? ഒരു കെനോസസ് ആയി മാറാൻ പറ്റാത്തതിന്റെ കാരണം എൻ്റെ സോഷ്യൽ മീഡിയ ഈഗോ എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയാ. കേൾക്കുന്നില്ല? സ്വരം ഉയർത്തി പറയും ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എനിക്ക് കെനോസസ് ആവാൻ പറ്റാത്തതിന് അടുത്ത പ്രശ്നം എന്താ? കമ്പാരിഷനിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് എനിക്കൊരു ശൂന്യനാകാൻ പറ്റുന്നില്ല. കമ്പാരിഷനിലൂടെ കടന്നു പോകുന്നുണ്ട്. അവനുണ്ട്, എനിക്കില്ല. അതുകൊണ്ട് അവനുള്ളത് എനിക്ക് വേണം. അവൾക്കുണ്ട്, എനിക്കില്ല. അതുകൊണ്ട് അവൾക്കുള്ളത് എനിക്ക് വേണം. കമ്പാരിഷൻ. ഈ കമ്പാരിഷൻ കാരണം എന്റെ ജീവിതത്തെ തകിടം മറിക്കുന്നു പിശാച്.
ശൂന്യനാകാൻ പറ്റാത്തതിന് കാരണം പറഞ്ഞത്, ഒന്ന് സോഷ്യൽ മീഡിയ ഈഗോ കാരണമാ എനിക്കൊരു കെനോസസ് ആയി മാറാൻ പറ്റാത്ത. രണ്ടാമത്തത് കമ്പാരിഷൻ. നമ്മളെല്ലാവരും അതാ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരുടെയും ജീവിതത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെന്ന് ചിന്തിച്ചു നോക്കേ. കമ്പാരിഷൻ ഇല്ലാത്ത എത്ര പേരെ ഇവിടെ ഉള്ളത്? എത്ര പേരിവിടെ ഇരിപ്പുണ്ട്? അപ്പുറത്തുള്ളവന് ഇപ്പുറത്തുള്ളവനുണ്ട്, അവനില്ല, അതെനിക്ക് കിട്ടണം, അതിനുവേണ്ടി ഞാൻ എൻ്റെ ക്രിസ്തുവിനെ മറന്നുകൊണ്ട് അഹങ്കാരത്തോടെ ഈഗോയോട് കടന്നു പോകുമ്പോൾ ക്രിസ്തു ശൂന്യനായി മാറിയ ആ ശൂന്യവൽക്കരണം എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇത് പറ്റാത്തതിന്റെ കാരണം എന്താ? പിശാച് എന്നെ മൂടിയത് കൊണ്ട്. അതാണ് അവൻ തരുന്ന ഒരു മേഖലയാണ് കമ്പാരിഷൻ. അവൻ നമ്മൾക്ക് കൊണ്ടുതരുന്ന ഒരു മേഖലയാ. എങ്ങനെ, എവിടെ, എപ്പോൾ, എങ്ങനെയാകണമെന്ന് അവൻ നമ്മളെ പഠിപ്പിക്കും. ക്രിസ്തുവിന്റെ സ്വരം കേൾക്കാതെ. അവൻ ജർമ്മനിയിൽ പോയി, ഞാനും പോണം. അവൻ ഓസ്ട്രേലിയയിൽ പോയി, ഞാനും പോണം. അവനൊരു ബുള്ളറ്റ് എടുത്തു, എനിക്കും എടുക്കണം. അവൻ ആ ഒരു സാധനം എടുത്തു, എനിക്കും എടുക്കണം. ശൂന്യനാകാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. കമ്പാരിഷൻ ഓരോ മേഖലകളിലും. പഠന മേഖലകളിലാണെങ്കിൽ പോലും എൻ്റെ ജീവിതത്തിൽ എനിക്കുള്ളതിനെ കുറിച്ച് തിരിച്ചറിയാതെ എൻ്റെ കൂടെയുള്ളവനെ നോക്കിക്കൊണ്ട് കമ്പാരിഷനിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് ശൂന്യവൽക്കരിക്കപ്പെടാനുള്ള സാധനം എൻ്റെ തലയിൽ നിന്നും പിശാച് എടുത്തു മാറ്റുകയാണ്. എടുത്തു മാറ്റി. ശൂന്യമാകാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. കാരണം അത് എളിമപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം മോളെ? എന്നിലെ സിസ്റ്റത്തിലെ കുറെ ആപ്പുകൾ ഡിലീറ്റ് ചെയ്ത് കളയണം. എൻ്റെ മൊബൈലിൽ കിടക്കുന്ന പല ആപ്പുകളും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ എനിക്ക് കെനോസിന്റെ ആപ്പ് എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ ഡൗൺലോഡ് ചെയ്യാൻ എനിക്ക് സ്പേസ് ഇല്ല. സോഷ്യൽ മീഡിയ ഈഗോ നിറഞ്ഞിരിക്കുക എൻ്റെ മൊബൈലിൽ, ഞാനെന്ന സിസ്റ്റത്തിൽ. കമ്പാരിഷൻ എൻ്റെ മൊബൈലിൽ നിറഞ്ഞിരിക്കുക, ഞാനെന്ന സിസ്റ്റത്തിൽ. പിന്നെ എങ്ങനെ എനിക്ക് ദൈവ സ്നേഹമാകുന്ന കെനോസിന്റെ ഒരു ആപ്പ് എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറയുന്നതാ, നിന്റെ ജീവിതത്തില് മറ്റുള്ളവരെ നോക്കിക്കൊണ്ടല്ല എവിടെയാണ് നീ താഴേണ്ടത്. അത് കർത്താവ് 1 പത്രോസ് 4:10 പറയുന്നു. ഓരോരുത്തരും ലഭിച്ച കൃപാദാനമനുസരിച്ച് പരസ്പരം ശുശ്രൂഷ ചെയ്യുവാൻ. നിനക്ക് കിട്ടിയിരിക്കുന്ന മനോഹരമായ കൃപാദാനങ്ങൾ അനുസരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി എളിമപ്പെട്ട് ശുശ്രൂഷ ചെയ്യുവാൻ തന്റെ ശിഷ്യന്മാരുടെ പാദം കഴുകിയതുപോലെ നിന്റെ അപ്പന്റെയും അമ്മയുടെയും മുമ്പിൽ എളിമപ്പെടുവാൻ, നിന്റെ കൂട്ടുകാരുടെ മുമ്പിൽ എളിമപ്പെടുവാൻ, നിന്റെ ജോലി സ്ഥലത്ത് എളിമപ്പെടുവാൻ നിനക്ക് സാധിക്കണം. കാരണം നിന്നിൽ നിറഞ്ഞിരിക്കുന്ന കൃപാദാനങ്ങളെ നീ മനസ്സിലാക്കുവാൻ സാധിച്ചാൽ നിനക്ക് ഇരിക്കാൻ പറ്റില്ല, ഓടും നീ. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കിക്കൊണ്ട് ശേഖരം എടുത്തുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞേ. ദൈവം സൃഷ്ടിച്ചത് മറ്റുള്ള ഒരാളുടെ കോപ്പിയാകാനല്ല. ഇന്ന് പലരും ചിന്തിക്കുന്ന, ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള ശുശ്രൂഷ മേഖലകളിലുള്ളവരൊക്കെ പറയുന്ന ചില വാക്കുകൾ കേട്ടിട്ടുണ്ട്. പല ധ്യാന ടീമുകളുടെ ഇടയിൽ എനിക്ക് ഒട്ടായിലച്ഛൻ്റെ കൃപ വേണം, എനിക്ക് ഡാനിലച്ഛൻ്റെ കൃപ വേണം, എനിക്ക് ജോയ്സ് ബ്രദറിന്റെ കൃപ വേണം. സഹോദരൻ, അത് അവർക്ക് കിട്ടിയതാ. അതുപോലെയാണ് നിനക്ക് കിട്ടിയത്. നിന്റേതായി മാറ്റണം. നീ ആരുടെ കോപ്പിയായി മാറാൻ ശ്രമിക്കരുത്. ഇത് നമ്മൾ കോപ്പിയാവാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ശൂന്യവൽക്കരിക്കപ്പെടാൻ പറ്റാത്തത്. ഹല്ലേലൂയ. സ്വരമുയർത്തി പറയേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശൂന്യവൽക്കരിക്കപ്പെടണമെങ്കിൽ ഞാൻ ഒരു കോപ്പിയാകാനല്ല, മറിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറണം. ഞാൻ അവസാനം ഒരു പോയിന്റ് കൂടെ പറഞ്ഞു നിർത്തുക. റെക്കഗ്നൈസേഷൻ അഡിഷൻ. അതെന്താ? നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും അപ്രീസിയേഷൻ പ്രതീക്ഷിക്കുന്നത് കെനോസിസ് അല്ല. ഹല്ലേലൂയ. ഞാൻ ചെയ്യുന്നതിന് എനിക്ക് കയ്യടി കിട്ടണം, ഞാൻ ചെയ്യുന്നതിൽ എനിക്ക് മറ്റുള്ളവർ എന്നെ സ്തുതി പാടണം, ഞാൻ ചെയ്യുന്നത് എനിക്ക് ക്ലാപ്പ് കിട്ടണം, ഞാൻ ചെയ്യുന്നതിൽ മറ്റുള്ളവർ നല്ലതെന്ന് പറയണം. ഇതെന്റെ ആത്മീയ ജീവിതത്തെ തകർക്കുന്ന പൈശാചികമായ വലിയ പ്രവർത്തനം.
ശൂന്യവൽക്കരണമല്ല. ശൂന്യവൽക്കരണം എന്ന് പറയുന്നത് എന്താ? ഞാൻ ചെയ്യുന്ന മഹത്വം ദൈവത്തിന് കൊടുക്കുമ്പോഴാണ്. നിങ്ങളൊരു കമ്പനിയിലോ ഒരു സ്കൂളിലോ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തോ നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അത് പ്രതീക്ഷിക്കാതെ ചെയ്യുന്നതാണ് ദൈവമഹത്വം. നമ്മൾ ചെയ്യുന്നതിന് ദൈവം കാണും. സ്വർഗമെല്ലാം കാണുന്നുണ്ടപ്പോ എനിക്കൊന്നും ഈ ഭൂമിയിലെ ഒരുത്തരുടെയും കയ്യിൽ നിന്നും ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ ദാനവും നിന്റേതാണ്, എല്ലാം നൽകിയത് നീയാണ്, നീ നൽകാത്തതായി മേന്മ പറയാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം തുടങ്ങുമ്പോൾ ഒരു ശൂന്യവൽക്കരണം. ഹല്ലേലൂയാ. സ്വരം ഉയർത്തി പറയാം ഹല്ലേലൂയാ. ആ ഒരു ശൂന്യവൽക്കരണം നിങ്ങളിലേക്ക് വരണം. അതാണ് ക്രിസ്തു എപ്രകാരമാണ് ശൂന്യവൽക്കരിക്കപ്പെട്ടത്. അവൻ നസ്രത്തിൽ ജനിച്ചു, ജെറുസലേമിൽ ജീവിച്ചു, കാൽവരിയിൽ യാഗമായി. പോയ പോക്ക് കണ്ടോ? ശൂന്യവൽക്കരിക്കപ്പെടുന്ന യാത്രയത്. നസ്രത്തിൽ ജനിച്ചു, ജെറുസലേമിൽ അവന്റെ ജീവിതം നടന്നു, കാൽവരിയിൽ അവസാനിച്ചെങ്കിൽ ഇന്ന് എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നൽകുന്നു നിന്റെ ജീവിതം നീ ഇപ്പോൾ ഇരിക്കുന്നിടത്ത് നിന്നും ഉണർന്നുകൊണ്ട്, ക്രിസ്തുവിനെ അറിഞ്ഞുകൊണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹം മനസ്സിലാക്കിക്കൊണ്ട് ഒരു കെനോസസായി നീ മാറിയാലുണ്ടല്ലോ, ഈ ഇന്ത്യ ഉണരും. നിങ്ങളിലൂടെ ഈ IFI ഉണരും. ഇന്റർസെഷൻ ഫോർ ഇന്ത്യ ഉണരും. ഉണരണ്ടേ? ഉണരണം. വെറുതെ വീട്ടിലിരുന്ന് ജീവിതം തീർക്കാനുള്ളതല്ല. ഒരു യുവാവേ, യുവതിയാ, നിന്റെ ജീവിതം ഉണര. ക്രിസ്തുവിന് വേണ്ടി ജീവിക്ക, ക്രിസ്തുവിന് വേണ്ടി മരിക്ക, ക്രിസ്തുവിന് വേണ്ടി. ഹല്ലേലൂയ. അതാ ക്രിസ്തു ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.